ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് അഥവാ ഈ പ്രപഞ്ചം എങ്ങനെ ഫോം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഈ ഒരു തിയറി പ്രകാരം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1380 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ടൈനി ബോളായിരുന്നു. എല്ലാ എനർജിയെയും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു ബോള്. ഒരു ദിവസം ഈ ബോൾ എക്സ്പ്ലോഡ് ചെയ്തു. ഈ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ ഫോം ചെയ്തു. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പ്രിമോഡിയൽ ഡസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനായി തുടങ്ങി. റേറ്റ് ഓഫ് എക്സ്പാൻഷൻ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഒരു പോയിന്റിന് ശേഷം വളരെ എക്സ്പാൻഷൻ പതിയെ സ്ലോ ആവാനായി തുടങ്ങി. അവസാനം നമ്മൾ നോക്കുമ്പം ഈ യൂണിവേഴ്സിൻ്റെ ചില ഭാഗങ്ങളിൽ ഡെൻസിറ്റി കൂടുതലും ചില ഭാഗങ്ങളിൽ ഡെൻസിറ്റി കുറവുള്ളതായിട്ടും കാണപ്പെട്ടു. ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിളുകൾ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ള ലൈറ്റർ പാർട്ടിക്കിൾസിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും പതിയെ അവർ ഈ ഡെൻസർ പാർട്ടിക്കിളിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാനായി തുടങ്ങുകയും ചെയ്തു. ഇതുപോലെ ഒന്നല്ല കോടാനുകോടി സെന്ററുകൾ ഈ യൂണിവേഴ്സിൽ ഉണ്ടാവുകയും ആ സെന്ററുകളെ നമ്മൾ ഗാലക്സികൾ എന്ന് വിളിക്കുകയും ചെയ്തു. അതിലൊരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ. ഈ സെയിം പ്രോസസ്സ് മിൽക്കി വേയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. മിൽക്കി വേയുടെ അകത്ത് സ്റ്റാറുകൾ ഫോം ചെയ്തു. അതിലൊരു സ്റ്റാറാണ് നമ്മുടെ സണ്ണ്. സണ്ണിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റാറുകൾ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും അവരുടെ ചുറ്റും വീണ്ടും പുതിയ ബോഡികൾ ഫോം ചെയ്യാനും അതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റും റിവോൾവും ചെയ്യാനായി ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൃത്യം പറഞ്ഞാൽ 8 ബോഡികളാണ് സണ്ണിന് ചുറ്റും റൊട്ടേറ്റും റിവോൾവും ചെയ്തത്. അതിനെയാണ് നമ്മൾ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത്. അതിലൊരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. അതായത് ആസ് പെർ ദ ബിഗ് ബാങ് തിയറി യൂണിവേഴ്സ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നമ്മുടെ ഈ ഒരു എർത്ത് ഫോം ചെയ്തിട്ട് വെറും 4.5 ബില്യൺ അഥവാ 450 ക്രോർ വർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഒരു കാര്യം കൂടി, ആരാണ് ബിഗ് ബാങ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്? യഥാർത്ഥത്തിൽ ജോർജ് ലെമെട്രെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ബിഗ് ബാങ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന വ്യക്തിയുടെ പേര് എഡ്വിൻ ഹബിൾ ആണ്. യഥാർത്ഥത്തിൽ എഡ്വിൻ ഹബിൾസ് എക്സ്പാൻഷൻ തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ് പ്രൊപ്പൗണ്ട് ചെയ്തത്. ഈ തിയറിയാണ് ബിഗ് ബാങ് തിയറിയുടെ ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഹബിളിനെ നമ്മൾ ബിഗ് ബാങ് തിയറിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ബിഗ് ബാങ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ജോർജ് ലെമെട്രെ എന്നുള്ളതാണ്. താങ്ക്